10th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലൈറ്റ്. അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 5 ഡയഗ്രാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയമായിരിക്കും, അപ്പം നല്ലോണം ഒന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കാരണം ഇനിയുള്ള എല്ലാ പരീക്ഷകളിലും ഇതിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതിൽ ആദ്യത്തെ ഒന്നാണ് ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, ഇതിൻ്റെ കറക്ഷൻ ലെൻസ് വെച്ചിട്ടുള്ള ഒരു ഡയഗ്രാം. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ രണ്ടാമത്തെയാണ് റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് പ്രിസം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. 3 പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ്. അത് കോൺകേവ് ലെൻസ് ആവാം, കോൺവെക്സ് ലെൻസ് ആവാം, അല്ലെങ്കിൽ അതിൻ്റെ മിറർ ആവാം. എല്ലാത്തിൻ്റെയും ഈ റേ ഡയഗ്രാം നിങ്ങൾ വരയ്ക്കണം. ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പാർട്സ് ഓഫ് ദ ഐ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിരിക്കും പറയുക, പക്ഷേ അതിൻ്റെ ഓരോ സ്ട്രക്ചറിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അല്ലാതെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അഞ്ചാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അതും വരയ്ക്കാൻ ചോദിക്കും. അത് ചോദിക്കുന്നത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ റെയിൻബോ ഒക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്കിത് വരയ്ക്കേണ്ടി വരിക. അപ്പോൾ ഈ 5 ഡയഗ്രവും നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇനിയുള്ള എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഡയഗ്രത്തിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.